ഇറ്റ്സ് മീ ഹുസ്ന ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ മാമൻ്റെ കുടിയിരിക്കലായിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഉമ്മാൻ്റെ വീട്ടിൽ കൂടിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥലം വരുന്നത് താന്നൂർ ആ ഭാഗത്തേക്കാണ്. ഞങ്ങളിവിടെ എവിടുന്ന് ഇപ്പോൾ പറയുക കുച്ചിപ്പുറം ആ ഭാഗത്തു നിന്ന് ഞങ്ങളിപ്പോൾ താന്നൂർക്ക് എത്തണം. അപ്പോൾ ഞങ്ങൾ മിനിമം ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിനിമം ഒരു 2 മണി അതെങ്കിലും ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ ഒരു 3-4 മണി ആകുമ്പോഴത്തേനെങ്കിലും അവിടെ എത്താം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് ഒരു 3 മണി 4 മണി 3 മണിയല്ല ഒരു 2 മണി ടു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഹൗസ് വാമിങ് വരുന്നത് ജനുവരി 2 അഥവാ 2026 ജനുവരി 2-ാം തീയതിയാണ്. അഥവാ നാളെ വെള്ളിയാഴ്ചയാണ് അഥവാ ഫ്രൈഡേ. ഇന്ന് ജനുവരി 1 ഞങ്ങൾ നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഏകദേശം ടൈം ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. എൻ്റെ മൂത്തൊരനിയന് ഞങ്ങൾക്ക് ഒരു ചലഞ്ച് തന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ബാക്കി ഓൻ പറഞ്ഞോളൂ. ഓക്കെ, നമ്മുടെ ചലഞ്ച് എന്താ വെച്ചാൽ 12 മണിക്കൂർ ഉറങ്ങാതിരിക്കുന്നതാണ് നമ്മുടെ ചലഞ്ച്. 12 hours നോൺ സ്ലീപ്പിംഗ് ചലഞ്ച് ആണ്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 10 PM ആണ്. നാളെ 10 AM വരെ നമ്മൾ ഉറങ്ങാതിരിക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ഫ്ലോപ്പ് ആവും. ഉറങ്ങാതിരിക്കുന്നവർക്ക് ഇപ്പോൾ ഞങ്ങൾ 3 പേരാണ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഉറങ്ങാതിരിക്കുന്നവർക്ക് 100 രൂപ ലഭിക്കും. പിന്നെ ഞങ്ങൾ 3 പേരും ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയാണ് 100 rupees കിട്ടുക. പിന്നെ ഇനി ഇതിൽ ഓണിങ് കൂടി ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓൺ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 3 പേര് 10 രൂപ ഇട്ട് വെച്ചുകൊണ്ട് ഓണിക്ക് കൊടുക്കണം. സോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷേ കയ്യിൽ നിന്ന് കുറച്ച് ഇറങ്ങേണ്ടതാണ്. ഒരു ഫംഗ്ഷൻ ഉണ്ടായത് തന്നെ നമുക്ക് അത്രയും ടൈം മീൻസ് നാളത്തെ ടൈം നമുക്ക് അങ്ങനെ പോകും. ഹൗസ് വാമിംഗ് ആണ്, അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇനി ഒരു 2:30-3 മണി വരെ ഞങ്ങൾ എങ്ങനെ നിൽക്കും? അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ഗെയിം എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ ഉറങ്ങാതിരിക്കണം. സോ അത് നമ്മളൊരു നല്ലൊരു സർവൈവൽ ഗെയിമാണ്. പക്ഷേ നമ്മളെ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് നോക്കേണ്ടതാണ്. സോ നമ്മൾ ഉറക്കം പോവാതിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ചിലപ്പം 4 പേരും 4 ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ പല ടൈമിൽ ഉറങ്ങിപ്പോയേക്കാം, ചിലവർ അധികം ടൈമിൽ ഉറങ്ങാതിരുന്നേക്കാം. ചിലപ്പോൾ ഞങ്ങൾ ഉമ്മാനെ കൊണ്ട് ഉറങ്ങിയേക്കാം. ഡിപ്പെൻഡ് അവർ ഹെൽത്ത്. സോ അത്രേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങൾ വീണ്ടും ടെറസിൻ്റെ മുകളിലാണ്. സോ നമുക്കിനി ബാക്കിയുള്ള ടൈമൊക്കെ ഇനി എങ്ങനെയാണ് നമുക്ക് വീഡിയോസിലൂടെ കാണാം. സോ സ്റ്റേ ട്യൂൺ. വീടിൻ്റെ ടെറസിൻ്റെ ഭാഗം ഇവിടുന്ന് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഭയങ്കര എസ്തെറ്റിക് ആണ്. ലൈറ്റ് ഉണ്ടാവും. നമുക്കൊരു ഗോസ്റ്റിന് കഥ കേൾക്കാം. ഇനിയിപ്പോ ഞങ്ങൾ കഥകളും പിന്നെ കുറെ കഥകളും കളിയും കുറെ കളികളൊക്കെ ഉണ്ട്. ഇത് ഞാൻ തള്ളി നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ സിസ്റ്റർ ആൻഡ് ദിസ് ഈസ് മൈ ബ്രദർ. അല്ലല്ല, ദിസ് ഈസ് മൈ അനദർ സിസ്റ്റർ. ആൻഡ് അവിടെ കാണുന്നതാണ് എൻ്റെ ബ്രദർ. സോ ഞങ്ങൾ ഈ നെയിൽമ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് കളിക്കുന്നത്. ഇത് ചെറിയൊരു എസ്തെറ്റിക് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് പാട്ട് പഠിക്കുക അല്ലെങ്കിൽ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ഗോസ്റ്റിന്റെ ഹൊറർ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി. സോ നമുക്ക് അതെ 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 ഇങ്ങനെ പറയാം. ഇവിടെ ഇരുന്ന നല്ല വൈബാണ്. കുറെ വണ്ടിയും കാറും വണ്ടികളൊക്കെ പോകുന്ന കാണാട്ടാ. അതാ ഒരു ഇത് വന്നിട്ടുണ്ട്. അടുത്തൊരു ബേബി വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോരോ കുട്ടികളാണ്, കുരുമ്പുകൾ. ഇവിടെയാണ് ഇതിലിപ്പോ കാണുന്നില്ല. ഡ്രസ്സുകളൊക്കെ ഉണക്കിയപ്പോ പോലെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് ആക്സിഡന്റിൽ ഒരു സംഭവം ഉണ്ടായി. ഈ കഴുത ചവിട്ടി പൊട്ടിച്ചു ഗൈസ്. അത് സംബന്ധിച്ച ഇതില്ലേ നമ്മളെ ഇവിടെ ഞങ്ങൾ ഒരു സംഭവത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ കൊടുന്ന് വെച്ചായിരുന്നു. ചെറുതായ നിന്റെ കാലം ആക്ച്വലി ഇത് മറ്റേ നമ്മള് ക്ലോക്കിന്റെ അത് ഞാൻ എടുത്തിട്ട് പെയിന്റ് അടിച്ചിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ അത് ഒഴിവാക്കി. അപ്പൊ ഇവനെ വേണമെന്നുണ്ടപ്പോ ഞാൻ പാവല്ല എന്തെങ്കിലും വല്ലതും ചെയ്തോട്ടെ കൊടുത്തു. അപ്പൊ അവൻ എനിക്ക് ചെയ്ത് തന്ന സാധനമാണ്. ഞാൻ ഇവനെ പറ്റി എന്താ പറയുന്നത്? പൊട്ടയല്ല, നമുക്ക് പെരിയ കൊണ്ടേ. അതെ അതെ വിത്ത